ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. അപ്പോൾ നമ്മൾ ഡെറിവേറ്റീവ്സിന്റെ തേർഡ് ക്ലാസ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇഫ് y ഈക്വൽ ടു 2 റൈസ് ടു എക്സ് then dy by dx ഈക്വൽ ടു എന്നാണ് ക്വസ്റ്റ്യന്. ഇത് നമുക്ക് ഫെമിലറൈസ് ആയിട്ട് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോം തന്നെയാണ്. y ഈക്വൽ ടു 2 റൈസ് ടു എക്സ് പറഞ്ഞാൽ ഏത് ഫോമിലാണ്? y ഈക്വൽ ടു 2 റൈസ് ടു എക്സ് പറയുമ്പോൾ ഏത് ഫോമാണ്? എ റൈസ് ടു എക്സിന്റെ ഫോമാണ്. നമുക്കറിയാം ഡി ബൈ ഡി എക്സ് ഓഫ് എ റൈസ് ടു എക്സ് എന്ന് പറയുന്നത് എന്താണ്? എ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ ആണ്. സോ ഇവിടെ എ റൈസ് ടു എക്സ് എന്ന് പറയുന്നത് എന്താണ്? 2 റൈസ് ടു എക്സ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ എന്ന് പറയുന്നത് എന്താണ്? ലോഗ് 2. സോ ആൻസർ ഈസ് 2 റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് 2. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. That's all. So next question നോക്കാം. Question നോക്കിക്കേ. If y equal to sin of x raised to x എന്നാണ് കേട്ടോ. y equal to sin x raised to x ഇതാണ് ക്വസ്റ്റ്യൻ. ഹൗ വിൽ ഡു ദ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യുക? ഇപ്പൊ എക്സ് റൈസ് ടു എക്സ് എന്ന് പറയുമ്പോൾ ഇത് ഏത് ഫോമിലാണുള്ളത്? അതെന്ന് പറയുന്നത് എക്സ് റൈസ് ടു എൻ ഫോം ആണോ അതോ എ റൈസ് ടു എക്സ് ഫോം ആണോ? അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ ആണ്, ഇത് എന്താണ് സംഭവം. അപ്പോ സത്യം പറഞ്ഞാൽ ഇത് ഈ എക്സ് റൈസ് ടു എക്സിനെ ഈ രണ്ട് ഫോമിൽ കൺസിഡർ ചെയ്തിട്ടുമല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. നമുക്കറിയാം, നമ്മളിപ്പോ ഇത് ചെയിൻ റൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ ഡിഫറൻഷ്യൽ കാണുക. അതായത് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഡിഫറൻഷ്യൽ ഓഫ് സൈൻ എക്സ് റൈസ് ടു എക്സ് എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എന്ന് പറയുമ്പോൾ കോസ് ആണ്. ദെൻ എക്സിന് പകരം എക്സ് റൈസ് ടു എക്സ് ആണ്. ഇത്രയും നമുക്കറിയാം, ഇത് സിമ്പിൾ ആണ്. ദെൻ ഡെറിവേറ്റീവ് ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് റൈസ് ടു എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് അല്ലെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എക്സ് എന്ന് പറഞ്ഞ ഒരു ടേമും കൂടി ഇവിടെ എന്ത് വരും? ഇൻറ്റു ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ടേമും കൂടി കിട്ടിയെങ്കിലേ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇതെന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. അപ്പോ നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? എക്സ് റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എക്സ് റൈസ് ടു എക്സിനെ വൈ ആക്കിയിട്ട് കൺസിഡർ ചെയ്യാം. സോ y ഈക്വൽ ടു എക്സ് റൈസ് ടു എക്സ് എന്ന് എടുക്കാം. ദെൻ നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് കാണാനുള്ള ഒരു സിമ്പിൾ മെത്തേഡ് ഞാൻ പറഞ്ഞു തരാം. ഓൺ ടേക്കിംഗ് ലോഗ് ഓൺ ടു സൈഡ്, ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? രണ്ട് സൈഡിലും ലോഗ് എടുക്കുമ്പോൾ ലോഗ് വൈ ഈക്വൽ ടു ലോഗ് എക്സ് റൈസ് ടു എക്സ് എന്ന് വരും, ആണല്ലോ. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ദെൻ ലോഗ് വൈ ഈക്വൽ ടു ലോഗ് എ റൈസ് ടു എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കറിയാം ലോഗ് എ റൈസ് ടു എക്സ് എന്ന് പറയുന്നത് എക്സ് ലോഗ് എ ആണ്, ആണല്ലോ. സോ നമുക്ക് ലോഗ് എക്സ് റൈസ് ടു എക്സിന് എന്ത് എഴുതാൻ പറ്റും? എക്സ് ഇൻറ്റു ലോഗ് എക്സ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഡെറിവേറ്റീവ് കാണാം. സോ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഡെറിവേറ്റീവ് ഓഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ ലോഗ് വൈനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ലോഗ് വൈന്റെ അല്ലെങ്കിൽ ലോഗ് എക്സിന്റെ ഡിഫറൻഷ്യൽ എന്താണ്? 1 ബൈ എക്സ് ആണ്. സോ ലോഗ് വൈന്റെ എന്തായിരിക്കും? 1 ബൈ വൈ ആണ്.
ഇപ്പൊ നമ്മൾ ഡിഫറൻഷിയേഷൻ ചെയ്തത് വിത്ത് റെസ്പെക്ട് ടു എക്സിലായതുകൊണ്ട് ഇതിന്റെ കൂടെ എന്തും കൂടി നമ്മൾ ചേർക്കണം, 1/y ഇൻറ്റു dy ബൈ ഡി എക്സ് എന്നും കൂടി ചേർക്കണം അല്ലേ. സോ ഈക്വൽ ടു എക്സ്, ഇവിടെ നോക്കിയേ, ഇത് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്യണം. അതെ, അപ്പോൾ പ്രൊഡക്റ്റ് റൂൾ എന്താ പറയുന്നത്, സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ, അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ആണ്. സോ സെക്കൻഡ് ഫംഗ്ഷൻ log എക്സ് ആണ്. അപ്പോൾ നമുക്കിപ്പോൾ ഫൈനലി ഉള്ളത് ഇതാണ്. സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, 1/y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എന്ത് എഴുതാൻ പറ്റും, log x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്താണ്, 1. സോ log x ഇൻറ്റു 1 എന്താണ്, log എക്സ് പ്ലസ് ദെൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് log എക്സ്. എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് log എക്സ് എന്താണ്, 1/x ആണ്. സോ എക്സും എക്സും ക്യാൻസൽ ആയി, ഇവിടെ എന്താ ഉണ്ടാവുക, 1 ആണ് ബാക്കി ഉണ്ടാവുക. സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, log x പ്ലസ് 1 എന്ന് എഴുതാൻ പറ്റും, ആണല്ലോ. സോ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക്, ഇവിടെ ഉള്ള 1/y അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഡി വൈ ബൈ ടി എക്സ് ഈക്വൽ ടു വൈ ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് 1. അപ്പോൾ എക്സ് റേസ് ടു എക്സിന്റെ, അതായത് എക്സ് റേസ് ടു, ഇവിടെ y എന്ന് പറയുന്നത് എന്താണ്, എക്സ് റേസ് ടു എക്സ് ആണ്. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു y ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് 1. അപ്പൊ നമ്മൾ എന്ത് y ആക്കിയിട്ട് എടുത്തത് എന്തായിരുന്നു, എക്സ് റേസ് ടു എക്സ് ആണ്. സോ yന് എക്സ് റേസ് ടു എക്സിന്റെ വാല്യൂ എക്സ് റേസ് ടു എക്സ് എന്ന് റീപ്ലേസ് ചെയ്യുക. സോ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എക്സ് ഈക്വൽ ടു എന്ത് വരും, വൈക്ക് പകരം നമ്മൾ എന്ത് ചെയ്യണം, എക്സ് റേസ് ടു എക്സ് കൊടുക്കണം. എക്സ് റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് 1 ഓർ 1 പ്ലസ് ലോഗ് എക്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് എക്സ് റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് കാണാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നത്. അപ്പൊ എന്തായിരിക്കും സൈൻ ഓഫ് എക്സ് റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ്, ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഓഫ് എക്സ് റേസ് ടു എക്സ് എന്ന് പറയുന്നത് എന്താണ്, സൈനിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് റേസ് ടു എക്സ്, ദെൻ ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു എക്സ് എന്ന് പറയുമ്പോൾ എന്താണ് കിട്ടിയത് നമുക്ക്, എക്സ് റേസ് ടു എക്സ് ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ് എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എക്സ് റേസ് ടു എക്സ് ഇൻറ്റു കോസ് എക്സ് റേസ് ടു എക്സ് ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ് എന്ന് ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ ഫൈനൽ ആൻസർ. മനസ്സിലായി എന്ന് വിചാരിക്കണോ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടിയത് ഏതാണ്, ഓപ്ഷന്, ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. എക്സ് റേസ് ടു എക്സ് ഇൻറ്റു കോസ് എക്സ് റേസ് ടു എക്സ് ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ്. അവിടെ കോസ് എക്സ് റേസ് ടു എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ്, ദെൻ ഇൻറ്റു എക്സ് റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് എന്ത്, എക്സ് റേസ് ടു എക്സ് ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. y ഈക്വൽ ടു റൂട്ട് ഓഫ് ലോഗ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് ലോഗ് എക്സ്. സെയിം ഫംഗ്ഷന് റൂട്ടിന്റെ ഉള്ളിൽ റിപ്പീറ്റഡ് ആയിട്ട് വരികയാണ്. എന്താണ്? y ഈക്വൽ ടു റൂട്ട് ഓഫ് ലോഗ് എക്സ് ദെൻ സെയിം ഫംഗ്ഷൻ പ്ലസ് റൂട്ട് ഓഫ് ലോഗ് എക്സ്. അതായത് വൈൻ്റെ ഉള്ളിൽ y തന്നെ എന്തായി വരികയാണ്? റിപ്പീറ്റഡ് ആയിട്ട് വരണം അപ് ടു ഇൻഫിനിറ്റി. ഇതിന്റെ ഡെറിവേറ്റീവ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുന്നുള്ളത് നോക്കാം. അപ്പൊ ഇവിടെ നോക്കിക്കേ, y എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ലോഗ് എക്സ് പ്ലസ് പിന്നെയും ആ y തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ റിപ്പീറ്റഡ് ആവുന്നത്. അപ്പൊ നമുക്ക് y നെ എന്ത് എഴുതാൻ പറ്റും? y ഈക്വൽ ടു എന്തെഴുതാം? റൂട്ട് ലോഗ് എക്സ് പ്ലസ് പിന്നെ എന്താ വരുന്നത്? y തന്നെയാണ്. ഓക്കെ, അപ്പൊ y ഈക്വൽ ടു റൂട്ട് ലോഗ് എക്സ് പ്ലസ് y എന്ന് എടുക്കാം. ഒന്നുകൂടി എഴുതാം. y ഈക്വൽ ടു റൂട്ട് ഓഫ് ലോഗ് എക്സ് പ്ലസ് അതന്നെയാണ് എന്താക്കുന്നത്? റിപ്പീറ്റഡ് ആയി പോകുന്നത് ആ y തന്നെയാണ്. സോ ലോഗ് എക്സ് പ്ലസ് y എന്ന് എഴുതാലോ. ദെൻ നമുക്ക് റൂട്ട് ഉണ്ടായാൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ റൂട്ടിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടു സൈഡും സ്ക്വയർ ചെയ്യാണ്. സോ y സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? ലോഗ് എക്സ് പ്ലസ് y എന്ന് കിട്ടും. ആണല്ലോ. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പൊ എന്ത് കിട്ടും? 2y y സ്ക്വയറിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2y ഇൻറ്റു y സ്ക്വയറിന്റെ ഡിഫറൻഷ്യൽ എന്ന് പറയുമ്പോൾ 2y ഇൻറ്റു ദെൻ എക്സ്ട്രാ dy ബൈ dx ഈക്വൽ ടു ദെൻ നമുക്ക് എന്താ ഉള്ളത്? ലോഗ് എക്സ് പ്ലസ് y എന്നാണ്. അപ്പൊ ലോഗ് എക്സിന് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1/x പ്ലസ് yനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ dy ബൈ dx എന്ന് കിട്ടും. സോ dy ബൈ dxന്റെ രണ്ട് ടേം ഉണ്ട്. കോമൺ ആയിട്ട് dy ബൈ dxനെ എടുക്കണം. അപ്പൊ എന്ത് വരും? സോ dy ബൈ ഈ dy ബൈ dxന്റെ ടേം ഇപ്പുറം വരുമ്പോൾ dy ബൈ dx കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? 2y മൈനസ് 1. അതായത് ഇവിടെ dy ബൈ dxന്റെ ടേം ഉണ്ട്. 2y ഇൻറ്റു dy ബൈ dx മൈനസ് dy ബൈ dx ഇവിടെ വരും. സോ രണ്ടിന്നും dy ബൈ dx കോമൺ ആയി പുറത്തേക്ക് എടുത്താൽ എന്ത് വരും? 2y മൈനസ് 1 ഈക്വൽ ടു 1/x എന്ന് വരും. ആണല്ലോ. സോ dy ബൈ dx ഈക്വൽ ടു എന്ത് വരും? സോ dy ബൈ dx ഈക്വൽ ടു 1/x ഇൻറ്റു 2y മൈനസ് 1 ഇസ് ദ ഫൈനൽ ആൻസർ. ഓക്കെ, ഓപ്ഷനിൽ അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ നോക്കിയേ. ഫസ്റ്റ് ആൻസർ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. സെയിം മോഡലിൽ ഒരു ക്വസ്റ്റ്യനും കൂടി കാണിക്കാം. ഇവിടെ നോക്കിക്കേ, ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് എന്താണ്? റൂട്ട് ഓഫ് ലോഗ് എക്സ് പ്ലസ് 2 റൂട്ട് ഓഫ് ലോഗ് എക്സ് പ്ലസ് 2 ഇൻറ്റു റൂട്ട് ലോഗ് എക്സ് പ്ലസ് 2 ഇൻറ്റു റൂട്ട് ലോഗ് എക്സ് അങ്ങനെയാണ് വരുന്നത്. അപ്പൊ എന്താണ്? നമുക്ക് y ആക്കിയിട്ട് നമുക്ക് എന്തെടുക്കാം? y ഈക്വൽ ടു റൂട്ട് ഓഫ് ലോഗ് എക്സ്, അത് y ആക്കി കൺസിഡർ ചെയ്യാം.
പ്ലസ് പിന്നെ എന്താ വരുന്നത് 2 ഇൻറ്റു ലോഗ് എക്സ് ആണ് വരുന്നത്. അതായത് 2 ഇൻറ്റു വൈ എന്ന് എഴുതാലോ നമ്മൾ. ലോഗ് എക്സിനെ നമ്മൾ വൈ ആക്കി കൺസിഡർ ചെയ്തു. ദെൻ ഫുൾ ടേം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ വൈ തന്നെ ഉള്ളിൽ എന്താണ് ഇന്റേർണലി റിപ്പീറ്റഡ് ആയിട്ട് വരികയാണ്. സോ ലോഗ് എക്സ് പ്ലസ് 2y എന്ന് നമ്മൾ എടുത്തു. ലോഗ് എക്സിനെ വൈ ആക്കി എടുത്തു. ദെൻ 2 ഇൻറ്റു ലോഗ് എക്സ് 2y. ഓക്കെ, അപ്പോൾ y ഈക്വൽ ടു ലോഗ് എക്സ് പ്ലസ് 2y. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ റൂട്ടിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് സൈഡിനും സ്ക്വയർ ചെയ്തു. y സ്ക്വയർ ഈക്വൽ ടു ലോഗ് എക്സ് പ്ലസ് 2y. Then on differentiating with respect to x ൽ differentiate ചെയ്യുക. So 2y into dy by dx equal to എന്ത് വരും? log x ൻ്റെത് 1 by x plus 2y ൻ്റെ എന്ത് വരും? 2 into dy by dx എന്ന് വരും. ആണല്ലോ. അപ്പോൾ ഞാൻ dy by dx എന്ന് സിംപ്ലി y ഡാഷ് എന്ന് മാറ്റി എഴുതാണ്. സോ 2y into y ഡാഷ് ഓക്കെ ഈക്വൽ ടു 1 by x into 2 into y ഡാഷ് എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ y ഡാഷ് സോറി ഇവിടെ ഒരു പ്ലസ് ഉണ്ട്. സോ y ഡാഷിന്റെ ടേംസുകളൊക്കെ ഒരുമിച്ച് എഴുതി നമ്മൾ അതിൽ നിന്ന് y ഡാഷ് പിക്ക് ചെയ്യാണ്. അപ്പോൾ 2y into y ഡാഷ് മൈനസ് ഇതപ്പുറം ഈക്വൽ ടു സൈഡിന് ഇപ്പുറം പോകുമ്പോൾ മൈനസ് 2y ഡാഷ് ഈക്വൽ ടു 1 by x എന്ന് വന്നു. സോ y ഡാഷ് ഈക്വൽ ടു എന്ത് വരും? y ഡാഷ് കോമൺ ആയി പുറത്തേക്ക് എടുത്താൽ 2y ഡാഷിന് കോമൺ ആയി പുറത്തേക്ക് എടുക്കാം. രണ്ട് ടേമിലും 2ഉം y ഡാഷും കോമൺ ആണല്ലോ. സോ y മൈനസ് 1 അല്ലെ, ബാക്കി y മൈനസ് 1 ആണുള്ളത് ഈക്വൽ ടു 1 by x എന്ന് വരും. സോ y ഡാഷ് ഈക്വൽ ടു എന്ത് വരും? 1 by 2 into x into y മൈനസ് 1 എന്ന് വരും. ആണല്ലോ. നമ്മളോട് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചാൽ dy by dx at x equal to 1 ആണ് നമ്മളോട് ചോദിക്കുന്നത്. ആണല്ലോ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒഴിവാക്കുകയാണ്. നമുക്ക് ഫൈനലി കിട്ടിയത് y ഡാഷ് അല്ലെങ്കിൽ dy by dx equal to 1 by 2 into 1 by 2 into x into y minus 1 എന്നാണ്. അപ്പോൾ x equal to at x equal to 1 വാട്ട് ഈസ് y ഡാഷ് എന്നാണ് ക്വസ്റ്റ്യൻ. x equal to 1 y ഡാഷ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ആണല്ലോ. സോ നമുക്ക് x equal to 1 നമുക്കറിയാം നമ്മളെ y എന്താണ്? y equal to log x ആണ്. ആണല്ലോ. സോ എക്സിന് 1 കൊടുത്താൽ എന്ത് വരും? y equal to log 1. log 1ന്റെ വാല്യൂ എത്രയാണ്? 0 എന്നാണ്. 0 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അറ്റ് x equal to 1 equal to 1 y-ന്റെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പോൾ എക്സിന്റെ വാല്യൂം കിട്ടി, y-ന്റെ വാല്യൂം കിട്ടി. അപ്പോൾ ഈ ഇക്വേഷനിൽ എക്സിന്റെയും y-ന്റെയും വാല്യൂ പുട്ട് ചെയ്ത് കൊടുത്താൽ അറ്റ് x equal to 1 y ഡാഷിന്റെ വാല്യൂ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ y ഡാഷ് ഈക്വൽ ടു എന്ത് കിട്ടും? y ഡാഷ് ഈക്വൽ ടു 1 by 2 into x എന്ന് പറയുന്നത് 1 ആണ്. സോ y എന്ന് പറയുന്നത് എന്താണ്? അറ്റ് x equal to 1 y-ന്റെ വാല്യൂ 0 ആണ്. 0 y മൈനസ് 1 എന്ന് പറയുമ്പോൾ 0 മൈനസ് 1. സോ y ഡാഷ് എന്ന് പറയുമ്പോൾ 1 by 2 into 1 into 0 മൈനസ് 1 എന്താണ്? മൈനസ് 1. സോ ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടി? മൈനസ് 1 by. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ആദ്യം നമ്മൾ y ഡാഷ് കണ്ടു. സോ y ഡാഷിന്റെ ഇക്വേഷനിൽ ആരൊക്കെയുണ്ട്? എക്സും ഉണ്ട്, വൈയും ഉണ്ട്. സോ x ഈക്വൽ ടു 1 നമ്മൾ y ഡാഷ് കാണാൻ പറഞ്ഞത്. അപ്പൊ x ഈക്വൽ ടു 1 y-ന്റെ വാല്യൂ എന്താന്ന് കൂടി കണ്ടെത്തിയെങ്കിൽ y ഡാഷിന്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഫൈനലൈസ് ചെയ്തിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പൊ x ഈക്വൽ ടു 1 എന്നുള്ള വാല്യൂ നമ്മൾ എന്തിൽ ചെയ്തു? y ഈക്വൽ ടു log x എന്നുള്ള ഇക്വേഷനിൽ പുട്ട് ചെയ്ത് കൊടുത്തു. സോ ലോഗ് 1 എക്സിന് പകരം 1 കൊടുക്കുമ്പോൾ ലോഗ് 1 കിട്ടും. ലോഗ് 1ന്റെ വാല്യൂ 0 ആണ്. ലോഗ് 10 1 ആണ്. ഇതൊക്കെ നമുക്ക് ജനറൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. സോ ലോഗ് 1 0 ആയതുകൊണ്ട് അറ്റ് എക്സ് ഈക്വൽ ടു 1 എന്ത് കിട്ടി നമുക്ക്? y ഈക്വൽ ടു 0 കിട്ടി. സോ എക്സിന്റെ വാല്യൂ 1 ആണെന്നും y-ന്റെ വാല്യൂ
0 ആണെന്നും കിട്ടി. സോ രണ്ട് വാല്യൂ y ഡാഷിന്റെ ഇക്വേഷനിൽ പുട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഫൈനലി y ഡാഷ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടി? ഫൈനലി എന്ത് കിട്ടി? y ഡാഷ് ഈക്വൽ ടു -1/2 ആണെന്ന് ആൻസർ കിട്ടി. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കമന്റ് സെക്ഷനിലോ എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇവിടെ ഒരു ട്രൂ ആൻഡ് ഫോൾസ് ഫോമിലാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താണ്? എക്സ് റേസ് ടു, ഇതിന് ഫുൾ ആയിട്ട് ഞാൻ ചെയ്യുന്നില്ല. എക്സ് റേസ് ടു വൈ ഈക്വൽ ടു ഇ റേസ് ടു എക്സ് മൈനസ് വൈ ആണ്. സോ അതിന്റെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ലോഗ് എക്സ് ഡിവൈഡ് ബൈ 1 മൈനസ് ലോഗ് എക്സ് സ്ക്വയർ ആണ് എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ്. അത് ട്രൂ ഓർ ഫോൾസ് ആണെന്ന് അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. എനിവേ നമ്മൾ എല്ലാത്തിലും ചെയ്യുന്നത് പോലെ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യാൻ തന്നെയാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? എക്സ് റേസ് ടു വൈ ഈക്വൽ ടു എ റേസ് ടു എക്സ് മൈനസ് വൈ എന്ന് എഴുതും. ഈക്വൽ ടു എ റേസ് ടു എക്സ് മൈനസ് വൈ എന്ന് എഴുതും. ദെൻ ലോഗ് എടുക്കും. സോ ലോഗ് എക്സ് റേസ് ടു വൈ ഈക്വൽ ടു ലോഗ് ഇ റേസ് ടു എക്സ് മൈനസ് വൈ എന്ന് എഴുതും. ദെൻ ലോഗ് എക്സ് റേസ് ടു വൈനെ വൈ ലോഗ് എക്സ് എന്ന് എഴുതി. ദെൻ ലോഗ് ഇ റേസ് ടു എക്സ് മൈനസ് എന്ന് പറയുമ്പോൾ എന്താ? ലോഗ് ഇ റേസ് ടു എക്സ് എന്താണ്? എക്സ് ആണ്. സോ ലോഗ് ഇ റേസ് ടു എക്സ് മൈനസ് വൈ എക്സ് മൈനസ് വൈ ആണ് കിട്ടും. സോ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും. സോ ലാസ്റ്റ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത്, ഞാൻ ഡിഫറൻഷിയേഷൻ കാണിക്കണില്ല, നമ്മൾ ഇത്രയും ടൈമിൽ ചെയ്തുകൊണ്ടിരുന്നത് സെയിം സംഭവമാണ്. അപ്പൊ ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ട് ബോറടിപ്പിക്കണില്ല. ലാസ്റ്റ് ആൻസർ നമുക്ക് കിട്ടുന്നത് dy by dx equal to y log x divided by x into log x plus 1 എന്നുള്ളതാണ്. സോ ക്വസ്റ്റ്യനിലുള്ള സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. നമുക്ക് തരുന്ന ആൻസർ എന്ന് പറയുന്നത് y log x divided by x into log x plus 1 ആണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് ഇതേപോലെയുള്ള ഒരു ക്വസ്റ്റ്യനും കൂടി ഞാനൊന്ന് വർക്ക് ചെയ്ത് കാണിക്കാം. ദെൻ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ദെൻ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. സെയിം മെത്തേഡ് തന്നെയാണ്, റിപ്പീറ്റേഷൻ ആണ്. എനിവേ ഇതും കൂടി ഒന്ന് ചെയ്യാം. ഇ റൈസ് ടു എക്സ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എക്സ് വൈ എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമ്മൾ എന്ത് ചെയ്യും? ലോഗരിതം എടുക്കും. സോ ലോഗ് ഇ റൈസ് ടു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ലോഗ്
x into y, then log a raised to x plus y equal to x plus y, then log x y എന്ന് പറയുമ്പോൾ എന്താണ്, log ab എന്ന് പറയുമ്പോൾ എന്താണ് വരിക, log a into b എന്ന് പറയുമ്പോൾ log a plus log b ആണ്, ഓർത്തിരിക്കേണ്ട ഒരു ഫോർമുലയാണ്. then നമുക്ക് log x y ന് എന്ത് എഴുതാൻ പറ്റും, log x plus log y എന്ന് എഴുതാം. ഓക്കെ, then differentiating with respect to y, then എന്ത് കിട്ടും, 1 x നെ with respect to x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 plus y നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dy by dx equal to log x നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 by x plus log y നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 by y into dy by dx. then dy by dx ന്റെ ടേംസ് ഒരുമിച്ച് എഴുതി കോമൺ ആയിട്ട് dy by dx നെ പുറത്തേക്ക് എടുത്ത് dy by x ന്റെ ഇക്വേഷൻ നമ്മൾ കാണണം. സോ dy by dx ന്റെ ഈ ടേം നമ്മൾ ഇക്വേഷന് അപ്പുറം കൊണ്ടുപോവാണ്. സോ നമുക്ക് എന്ത് കിട്ടും, dy by dx into 1 ഇവിടെ 1 ആണല്ലോ കോഎഫിഷ്യന്റ്. സോ 1 മൈനസ് ഇവിടെ കോഎഫിഷ്യന്റ് എത്രയാണ്, 1 by y ഈക്വൽ ടു എന്ത് കിട്ടും, 1 by x എന്ന് കിട്ടും. സോ dy by dx ഈക്വൽ ടു എന്ത് കിട്ടും, സോറി നമുക്ക് ഇവിടെ എന്താ ഉണ്ടായത്, 1 plus dy by dx ഈക്വൽ ടു എന്നാണ് ഉണ്ടായത്. 1 plus dy by dx ഈക്വൽ ടു 1 by x plus 1 by y into dy by dx എന്നാണ് ഉണ്ടായത്. then 1 by y into dy by dx ഇക്വേഷന്റെ ഇപ്പുറം കൊണ്ടുപോയി, then ഇവിടെയുള്ള 1 നെ ഇക്വേഷൻ അപ്പുറം കൊണ്ടുപോയി. സോ ഇവിടെ ഒരു -1 വരും. ഓക്കെ, then finally dy by dx equal to എന്ത് എഴുതാൻ പറ്റും, 1 by x minus 1 divided by 1 minus 1 by y എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. സോ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് 1 by x minus 1 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും, dy by dx 1 by x minus 1 എന്ന് പറയുമ്പോൾ dy by dx equal to 1 by x minus 1. അപ്പോൾ 1 minus 1 into x divided by x all divided by എന്ത് വരും, 1 minus 1 by y. that means y minus 1 divided by y. so answer is ഇത് ഈ ഒരു ടേം y minus 1 divided by y എന്ന് വരുന്നു. സോ ഈ ഒരു ടേം എന്താവും, റെസിപ്രോക്കൽ ആയിട്ട് മേലെ പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, y by x into 1 minus x divided by y minus 1 എന്ന് ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലേക്ക് മൂവ് ചെയ്യാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിയുടെ ഡിഫറൻഷ്യൽ ആണ്. സോ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയുടെ ഡിഫറൻഷ്യലിലേക്ക് പോവാം. അപ്പോൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ സൈൻ ഇൻവേഴ്സ് എക്സ്, കോസ് ഇൻവേഴ്സ് എക്സ്, then tan inverse x, cot inverse x, sec inverse x, then cosec inverse x. ഇതിന്റെ എല്ലാം ഡിഫറൻഷ്യൽ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. tan inverse x ന്റെ ഡിഫറൻഷ്യൽ എന്ന് പറയുമ്പോൾ 1/√1 - x². അപ്പൊ ഇത് ഓർത്ത് വെക്കാനുള്ള ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടല്ലോ ട്രിഗണോമെട്രിയിൽ, sin square x plus cos square x ഈക്വൽ ടു എന്താണ്, 1 ആണ്.
സോ ഇതിൽ നിന്ന് സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു എന്താണ്? 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് ആണ്. സോ സൈൻ എക്സ് ഈക്വൽ ടു എന്താണ്? റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്നാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി. ഇവിടെ നോക്കിയ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്നാണ്. അങ്ങനെ ഓർത്ത് വെക്കുക. അപ്പോൾ സൈനിന്റെ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് 1/√1 മൈനസ് എക്സ് സ്ക്വയർ. ദെൻ കോസ് ഇൻവേഴ്സിന്റെ ഒരു മൈനസ് വരും എന്നുള്ളൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. എന്താണ്? -1/√1 മൈനസ് എക്സ് സ്ക്വയർ. ദെൻ ടാൻ ഇൻവേഴ്സിന്റെ 1/1 പ്ലസ് എക്സ് സ്ക്വയർ. ഓക്കെ. ദെൻ കോട്ട് ഇൻവേഴ്സിന്റെ -1/1 പ്ലസ് എക്സ് സ്ക്വയർ. ദെൻ സീക്ക് ഇൻവേഴ്സിന് എന്ത് വരും? എക്സ് ഇൻറ്റു കോട്ട് ഇൻവേഴ്സിന്റെ -1/1 പ്ലസ് എക്സ് സ്ക്വയർ. ടാൻ ഇൻവേഴ്സ് എക്സിന്റെ എന്തായിരുന്നു? 1/1 പ്ലസ് എക്സ് സ്ക്വയർ. ദെൻ സീക്ക് ഇൻവേഴ്സിന്റെ 1/mod x ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1. അതായത് സൈനിലും കോസിലും എന്താ ഉണ്ടായത്? റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഉണ്ടത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 എന്നാണ്. അത് എന്തുകൊണ്ടാണ് എക്സ് സ്ക്വയർ വന്നത്? നമുക്കറിയാം 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ആണ് എന്ത്? സീക്ക് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത്. അപ്പൊ സീക്ക് സ്ക്വയർ എക്സ് എന്ന് പറയുമ്പോൾ ഓക്കെ. ദെൻ കൊസിക് സ്ക്വയർ എക്സിന്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1. ഇവിടെ ഒരു മൈനസ് വന്നുള്ളൊരു ഡിഫറൻസേ ഉള്ളൂ. ഓക്കെ. ഓക്കെ. ദെൻ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യനെ നോക്കിക്കേ. സൈൻ ഇൻവേഴ്സ് 8x. ചെറിയൊരു ചെറുതെന്നല്ല, ക്ലാരിറ്റി ഭയങ്കര ഡിമ്മാണ്. സോ ഞാൻ എഴുതാം. d/dx ഓഫ് സൈൻ ഇൻവേഴ്സ് 8x. അപ്പോൾ നമുക്ക് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. സോ d/dx ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്താണ്? 1/√1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഇവിടെ എക്സിന് പകരം എത്രയുള്ളത്? 8x ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/√1 മൈനസ് 8x ഹോൾ സ്ക്വയർ. അപ്പൊ എന്ത് വരും? 1/√1 മൈനസ് 8ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 64. എക്സിന്റെ സ്ക്വയർ 1 മൈനസ് 64 എക്സ് സ്ക്വയർ ആണ് ഫൈനൽ ആൻസർ. ഓക്കെ. സിമ്പിൾ ആണ്. ജസ്റ്റ് ഇക്വേഷനിൽ വാല്യൂ പുട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഇവിടെ ചെയ്യാനുള്ളൂ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കോട്ട് ഇൻവേഴ്സ് 2x. അപ്പൊ എന്തായിരിക്കും? d/dx ഓഫ് കോട്ട് ഇൻവേഴ്സ് 2x ആണല്ലോ. d/dx ഓഫ് കോട്ട് ഇൻവേഴ്സ് x എന്താണ്? -1/1 പ്ലസ് എക്സ് സ്ക്വയർ.
സോ ഈക്വൽ ടു -1/1 പ്ലസ് എക്സിന് പകരം 2x ഹോൾ സ്ക്വയർ. സോ ആൻസർ ഈസ് -1/1 പ്ലസ് 4x square. So final answer is -1/1 plus 4x square. അപ്പോൾ മനസ്സിലാവുന്നുണ്ട് വിചാരിക്കുന്നു. ജസ്റ്റ് ഇക്വേഷനിൽ വാല്യൂ പുട്ട് ചെയ്യുന്നൊരു കാര്യം മാത്രമേ ഇവിടെ ചെയ്യാനുള്ളൂ. കൂടുതൽ തിങ്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇതാണ് നമ്മൾ സി ഓപ്ഷൻ ആണ് നമ്മൾ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. സോറി, ഞാൻ നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് കണ്ട ക്വസ്റ്റ്യൻ എന്താണ്? d/dx ഓഫ് സൈൻ ഇൻവേഴ്സ് 8x ആണ് നമ്മളോട് ചോദിച്ചത്. സോ നമ്മൾ എന്ത് ചെയ്തു? 1/√1 - x സ്ക്വയറിൽ എക്സിന് പകരം എന്ത് കൊടുത്തു? 8x കൊടുത്തു. സോ 64x സ്ക്വയർ എന്ന് കിട്ടി. then നമ്മൾ ചെയ്യേണ്ടത് എന്തുണ്ട്? എക്സിന് പകരം നമുക്ക് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ് 1/√1 - x സ്ക്വയർ. ഇവിടെ 8x ആണ്. സോ നമുക്ക് ഇവിടെ എന്തും കൂടി ചെയ്യണം. ഡിഫറൻഷ്യൽ ഓഫ് 8x എത്രയാണ്? 8. ഓക്കെ, അപ്പൊ നമുക്ക് ഫൈനൽ ആൻസർ എന്താണ്? 8/√1 - 64x സ്ക്വയർ ആണ്. സോറി, ജസ്റ്റ് എൻ്റെ നിന്ന് മറന്നു പോയതാണ്. അപ്പോൾ ഈ കോട്ട് ഇൻവേഴ്സിന്റെ കേസിൽ ഇപ്പൊ നമ്മൾ കോട്ട് ഇൻവേഴ്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ കോട്ട് ഇൻവേഴ്സ് 2x ആണ് ക്വസ്റ്റ്യൻ വന്നത്. സോ ഡിഫറൻഷ്യൽ പറയുമ്പോൾ എന്ത് വരും? 1/1 പ്ലസ് എക്സ് സ്ക്വയറിന് പകരം 2x ഹോൾ സ്ക്വയർ. സോ 4x സ്ക്വയർ. ദെൻ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് എന്ത് വരും? 2x വരും. ഡിഫറൻഷ്യൽ ഓഫ് 2x എന്ന് വരുമ്പോൾ 2. സോ ഫൈനൽ ആൻസർ എന്ന് പറയുമ്പോൾ മൈനസ് ഉണ്ട് കോട്ടിന്. സോ -2 divided by 1 plus 4x square is the final answer. So last question, next question ലേക്ക് പോവാം. tan inverse 2t എന്താണ്? സോ tan inverse 2t ആണ് ക്വസ്റ്റ്യന്. ഡിഫറൻഷ്യൽ d/dx ഓഫ് tan inverse 2. സോ നമുക്കറിയാം tan inverse t ന് tan inverse x അല്ലെങ്കിൽ ഇവിടെ x ന് പകരം t ആണെന്ന് മാത്രം. tan inverse x എന്താണ്? 1/1 plus x square ആണ്. സോ നമുക്ക് എന്ത് എഴുതാം? tan inverse 2t ന് 1/1 plus 2t whole square into differential of 2t എന്ന് പറയുമ്പോൾ 2. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ടിയിലാണ്. നമ്മളെ ഫംഗ്ഷൻ ഏതിലാണോ അതിനെ റെസ്പെക്ട് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ 2/1 plus 2 into square 4, t into square 4t square. So final answer is 2/1 plus 4t square. The first option is the final answer. Okay. Then next question നോക്കാം. f of x equal to x square plus cos inverse x plus 1. Okay. അപ്പോൾ നമുക്ക് f dash of x കാണാം. f dash of x പറയുമ്പോൾ x സ്ക്വയറിന്റെ ഡിഫറൻഷ്യൽ എന്താണ്? 2x plus cos ഇൻവേഴ്സിന്റെ ഡിഫറൻഷ്യൽ എന്താണ്? 1/√1 - x square എന്നാണ്. സോ ഇവിടെ x ന് പകരം x plus 1.
ഹോൾ സ്ക്വയർ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് എക്സ് പ്ലസ് 1 എന്ന് പറയുമ്പോൾ എക്സിൻ്റെ ഡിഫറൻഷ്യൽ 1, 1ൻ്റെ ഡിഫറൻഷ്യൽ 0. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് എന്ത് വരും? 2x പ്ലസ് 1/√1 മൈനസ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ. ദാറ്റ് മീൻസ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്താണ്? നമുക്കറിയുന്നതാണ്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. അപ്പം എന്ത് വരും? 1 മൈനസ് ബ്രാക്കറ്റ് ഇടുക എക്സ് സ്ക്വയർ പ്ലസ് ബി എന്താണ്? 1, 1ൻ്റെ സ്ക്വയർ 1 പ്ലസ് 2ab എന്ന് പറയുമ്പോൾ 2x. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടും? എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ 2x പ്ലസ് 1/√1 മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 1 മൈനസ് 2x മൈനസ് 1ഉം പ്ലസ് 1ഉം ക്യാൻസലായി. ദെൻ റിമൈനിങ് എന്താണുള്ളത്? എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 2x പ്ലസ് 1/√of മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 2x. അപ്പോൾ മൈനസ് മൈനസ് ടേമിലാണ് താഴെ ഡിനോമിനേറ്റർ എടുക്കുന്നത്. സോ മൈനസ് നമുക്ക് എന്ത് ചെയ്യാം? പുറത്തേക്ക് എടുക്കാം. 2x മൈനസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് മൈനസ് പുറത്തേക്ക് എടുത്താൽ എന്താവും? 2ന്ന് മൈനസ് പുറത്തേക്ക് എടുത്താൽ 2ഉം പോസിറ്റീവ് ആവും. സോ എക്സ് സ്ക്വയർ പ്ലസ് 2x എന്ന് ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇവിടെ സെഡിന്റെ ടേമിലാ വരുന്നത്. ടി ഓഫ് സെഡ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് 2 കോസ് സെഡ് പ്ലസ് 6 കോസ് ഇൻവേഴ്സ് സെഡ്. അപ്പോൾ 2 കോസ് സെഡ് പറയുമ്പോൾ -2 സൈൻ സെഡ് പ്ലസ് 6 ഇൻറ്റു എന്ത് വരും? മൈനസ് ഉണ്ടല്ലോ, കോസിന്റെ എന്താണ്? -1/√1 മൈനസ് എക്സ് സ്ക്വയർ പറയുമ്പോൾ സെഡ് സ്ക്വയർ. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എന്ത് വരും? മൈനസ് ഓഫ് 2 സൈൻ സെഡ് പ്ലസ് 6/√1 minus z square. That is the final answer. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ ഞാൻ മൈനസ് കോമൺ ആയിട്ട് പുറത്തെടുത്തിട്ടുണ്ട്. ഇവിടെ മൈനസ് പുറത്തേക്ക് എടുത്തിട്ടില്ല. 2 ടേമും മൈനസിന്റെ ടേമിൽ തന്നെയാണുള്ളത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡിഫറൻഷിയേറ്റ് cosec inverse t minus 4 into cot inverse 4 into cot inverse t. So cosec inverse t ന്റെ എന്താണ്? -1/mod x into root of x square minus 1. ഇവിടെ എക്സിന് പകരം എന്താണ്? ടി ആണ്. സോ എക്സ് എല്ലാം ടി വെച്ചിട്ട്
റീപ്ലേസ് ചെയ്യാം. മൈനസ് 4 ഇൻറ്റു കോട്ട് ഇൻവേഴ്സിൻ്റെ എന്തുണ്ടാവും, ഒരു മൈനസ് ഉണ്ടാവും. സോ ആ മൈനസ് ഇവിടെ ഉണ്ട്. 1 പ്ലസ് ടി സ്ക്വയർ. സോ അത് രണ്ടും കൂടി എന്താവും, പ്ലസ് ആവും. സോ മൈനസ് 1 ബൈ കൊസീക് ഇൻവേഴ്സിൽ എന്താണ്, കൊസീക് ഇൻവേഴ്സിന്റെ ഡിഫറൻഷ്യൽ പോസിറ്റീവ് ആണ്, സീക്കിന്റെ ആണ് എന്ത്, നെഗറ്റീവ്. സോ നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടും, ഫൈനൽ ആൻസർ ആണ് നമുക്ക് എന്ത് കിട്ടിയത്, 1 ബൈ മോഡ് ടി ഇൻറ്റു റൂട്ട് ടി സ്ക്വയർ മൈനസ് 1. ഇതെന്ന് പറയുന്നത് എന്താണ്, കൊസീക് ഇൻവേഴ്സ് ടിന്റെ ഡിഫറൻഷ്യൽ. ദെൻ 4 ടി സ്ക്വയർ പ്ലസ് 1. ഇവിടെ മൈനസ് ആണ് ഉണ്ടായിരുന്നത്. കോട്ടിന്റെ ഡിഫറൻഷ്യലിലുള്ള മൈനസ് 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയറിലെ മൈനസും ഇവിടെ ഉണ്ടായിരുന്ന മൈനസോടും കൂടിയിട്ടാണ് ഇവിടെ ഒരു പ്ലസ് വന്നത്. സോ 4 ഇൻറ്റു കോട്ട് ഇൻവേഴ്സ് ആണ് വന്നത്. സോ മുകളിൽ 4 വന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ നോക്കാം. ഇവിടെ നോക്കിക്കേ, ഇതിപ്പോ ഡബ്ല്യുവിന്റെ ടേമിലാണ് എന്ത് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഞാൻ എക്സിന്റെ ടേമിലേക്ക് മാറ്റിയിട്ടാണ് എഴുതുന്നത്. ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ്. ഇപ്പൊ ഞാൻ എക്സിന്റെ ടേമിലേക്ക് ക്വസ്റ്റ്യനെ മാറ്റി എഴുതിയതാണ്. സോ എഫ് ഡാഷ് ഓഫ് എക്സ് എങ്ങനെ എഴുതും, സൈൻ എക്സിൻ്റെത് കോസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയറിൻ്റെത് 2x. സോറി, ഇവിടെ എക്സ് സ്ക്വയർ ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് എന്നാണ്. സോ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. സോ സെക്കൻഡ് ഫംഗ്ഷൻ ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് എക്സ് സ്ക്വയർ 2x പ്ലസ് 2x ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് സോറി 2x അല്ല, എക്സ് സ്ക്വയർ ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ടാൻ ഇൻവേഴ്സ് എന്താണ്, 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. സോ നമുക്ക് ഫൈനലായിട്ട് എന്ത് എഴുതാൻ പറ്റും, കോസ് എക്സ് പ്ലസ് 2x ഇൻറ്റു ടാൻ ഇൻവേഴ്സ് കോസ് എക്സ് പ്ലസ് 2x ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഇവിടെ ഇപ്പോൾ നമ്മളെ ആൻസറിൽ എന്താ എല്ലാം എക്സിന്റെ ടേമിലാണ്. ഇവിടെ തന്നിട്ടുള്ള ആൻസർ ഒക്കെ എന്താണ്, ഒമേഗ അല്ലെങ്കിൽ ഡബ്ല്യുവിന്റെ ടേമിലാണെന്ന് മാത്രം. ഓക്കെ, നമ്മൾ എപ്പോഴും ചെയ്ത് ശീലിച്ചത് എക്സിന്റെ ടേമിലായതുകൊണ്ടാണ് ഞാൻ എക്സിന്റെ ടേമിലേക്ക് ഫംഗ്ഷനെ മാറ്റിയിട്ട് എഴുതിയത്. നോ അതർ ഡിഫറൻസ് ഈസ് ഹിയർ. ഓക്കെ, അപ്പോൾ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടി. ദെൻ നെക്സ്റ്റ് ഞാൻ ഡിഫറൻഷിയേഷൻ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. നമ്മൾ ഡിഫറൻഷിയേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ലിമിറ്റ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ലിമിറ്റ്സിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു ടോപ്പിക്കാണ് എൽ ഹോസ്പിറ്റൽ റൂളിന്റെ ടോപ്പിക് എന്ന് പറയുമ്പോൾ. അപ്പോൾ എന്താണ് എൽ ഹോസ്പിറ്റൽ റൂൾ, എവിടെയാണ് എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യേണ്ടതെന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ലിമിറ്റില് ഒരു ഫംഗ്ഷൻ തന്നാൽ ആ ഫംഗ്ഷൻ എന്ത് ചെയ്യാ
വാല്യൂ കൊടുക്കില്ല. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 ടെൻസ് ടു 0 എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ സൈൻ എക്സ് എന്നാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? സാധാരണ നമ്മൾ എന്താ ചെയ്യുക? ഫംഗ്ഷനിലെ എക്സിന്റെ വാല്യൂവിന് നമ്മൾ എന്ത് ചെയ്യും? 0 പുട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, 0 എക്സിന് 0 ഇട്ടിട്ടാൽ 0 സ്ക്വയർ ഡിവൈഡ് ബൈ സൈൻ 0. സൈൻ 0 എന്താണ്? 0 ആണ്. അപ്പൊ 0 സ്ക്വയർ 0, സൈൻ 0 0. സോ ഇത് പറയുന്നത് ഒരു 0/0 ഫോം ആണ്. അതായത് നമുക്കൊരു ആൻസർ എന്ന് പറയുന്നത് 0/0 ഫോമിലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ 0/0 ഫോമിലോ അല്ലെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമിലോ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആൻസർ കറക്റ്റ് അല്ല. അത് കറക്റ്റ് ആൻസർ നമുക്ക് അവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട റൂളാണ് എൽ ഹോസ്പിറ്റൽ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് പറയാം. അപ്പോൾ എൽ ഹോസ്പിറ്റൽ റൂൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ലിമിറ്റ് തന്നത് ലിമിറ്റ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ജി ഓഫ് എക്സ് എന്നുള്ളതാണ് നമുക്ക് ലിമിറ്റിൽ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളതെന്ന് വിചാരിച്ചോ. സോ എൽ ഹോസ്പിറ്റൽ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുമ്പോൾ 0/0 ഫോമിലോ അല്ലെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമിലോ ഒക്കെ ആണ് ലിമിറ്റ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ജി ഓഫ് എക്സ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ദെൻ അതെന്ന് പറയുന്നത് ഇൻഡിറ്റർമിനേറ്റ് ഫോമിലാണെന്ന് പറയാം. അതാണ് ഇൻഡിറ്റർമിനേറ്റ് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ ആണ് അതെന്ന് പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറയണം? എൽ ഹോസ്പിറ്റൽ റൂളിൽ പറയുന്നത് ലിമിറ്റ് അങ്ങനത്തെ ഒരു ഇൻഡിറ്റർമിനേറ്റ് ടൈപ്പ് ഓഫ് ഫംഗ്ഷനിലെ ലിമിറ്റ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ലിമിറ്റ് എഫ് ഡാഷ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഡാഷ് ഓഫ് എക്സിന് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ജി ഓഫ് എക്സിന് എന്ത് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇൻഡിറ്റർമിനേറ്റ് ടൈപ്പ് ആണെന്ന് നമുക്ക് മനസ്സിലായി. സോ നമ്മൾ എന്ത് ചെയ്യണം? എഫ് ഓഫ് എക്സിന്റെ ഡിഫറൻഷ്യലും ജി ഓഫ് എക്സിന്റെ ഡിഫറൻഷ്യലും സെപ്പറേറ്റ് കണ്ടിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യണം? ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ഒരു കാര്യം എടുത്തു പറയേണ്ടത്, നമ്മൾ എഫ് ഓഫ് എക്സിനെയും
എഫ് ഓഫ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഫ് ഡാഷ് ഓഫ് എക്സ് കാണണം. എഫ് ഡാഷ് ഓഫ് എക്സ് കാണണം. സോ ജി ഓഫ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ജി ഡാഷ് ഓഫ് എക്സ് കാണണം. അതാണ് എൽ ഹോസ്പിറ്റൽ റൂളിൽ പറയുന്നത്. അല്ലാതെ എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് എന്നുള്ളതിന് ഒറ്റ ഫംഗ്ഷൻ ആയിട്ട് കോഷ്യൻ റൂൾ യൂസ് ചെയ്തിട്ട് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതല്ല എൽ ഹോസ്പിറ്റൽ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എഫ് ഓഫ് എക്സിന് സെപ്പറേറ്റ് ഡിഫറൻഷ്യൽ കണ്ട് ദെൻ ജി ഓഫ് എക്സിന് സെപ്പറേറ്റ് ഡിഫറൻഷ്യൽ കണ്ടിട്ട് ആ എഫ് ഡാഷ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ജി ഡാഷ് ഓഫ് എക്സിലാണ് ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ടത്. അല്ലാതെ എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സിനെ ഒരു സിംഗിൾ ഫംഗ്ഷനായി കൺസിഡർ ചെയ്തിട്ട് കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്തിട്ടല്ല. ഇത് തെറ്റായ രീതിയാണ്. ഓക്കെ, അത് എടുത്ത് പറയേണ്ടതാണ്. സോ നമുക്ക് എക്സാമ്പിൾ വർക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഒന്നുകൂടി കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു സൈനിന്റെ ക്വസ്റ്റ്യൻ കണ്ടു. അപ്പൊ നമ്മള് ഇവിടെ നോക്കിക്കോ, ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ സൈൻ എക്സ്. സോ എക്സിന് വാല്യൂ പുട്ട് ചെയ്തപ്പോ എന്ത് കിട്ടി? 0 സ്ക്വയർ ഡിവൈഡ് ബൈ സൈൻ 0 ഈക്വൽ ടു 0/0 ഫോമിൽ വന്നു. സോ ഇതെന്ന് പറയുന്നത് ഇൻഡിറ്റർമിനേറ്റ് ടൈപ്പ് ആണെന്ന് മനസ്സിലായി. സോ നമ്മൾ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യണം. സോ എൽ ഹോസ്പിറ്റൽ റൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യണത്? ഫംഗ്ഷന് സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷിയേഷൻ അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സ് കാണുകയാണ്. അപ്പോൾ എക്സ് സ്ക്വയറിന്റെ ഡിഫറൻഷ്യൽ എന്താണ്? ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0. എക്സ് സ്ക്വയറിന്റെ ഡിഫറൻഷ്യൽ എന്താണ്? 2x. ദെൻ സൈൻ എക്സിന്റെ ഡിഫറൻഷ്യൽ എന്താണ്? കോസ് എക്സ്. സോ മൈനസ് ഇവിടെ ഇല്ല, സൈൻ എക്സിൻ്റെത് കോസ് എക്സ് പ്ലസ് കോസ് എക്സ് തന്നെയാണ്. ദെൻ ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? ഇനി എക്സിന് 0 പുട്ട് ചെയ്ത് നോക്കിയേ. സോ 2 × 0 ഡിവൈഡ് ബൈ കോസ് 0. അപ്പൊ എന്ത് കിട്ടും? 0/1. സോ ആൻസർ 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ എൽ ഹോസ്പിറ്റൽ റൂള് അപ്ലൈ ചെയ്തിട്ട് ഒരു ഫംഗ്ഷന്റെ ലിമിറ്റ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ കാണിക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു -∞ 3x - 2 ഡിവൈഡഡ് ബൈ e⁻x² എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് എക്സിന് എന്താണ് നമ്മൾ -∞ ആണ് പുട്ട് ചെയ്യാനുള്ളത്. സോ 3 × -∞ - 2 ഡിവൈഡ് ബൈ e⁻∞² ആണല്ലോ. അപ്പൊ എന്ത് വരും? ഇതും എന്ത് ഫോമിലാ വരുന്നത്? ഇത് ഇൻഫിനിറ്റി ടേമിലാണ് ഇത് എന്ത് വരുന്നത്? ഇവിടെ നമുക്ക് ആൻസർ തരുന്നത്. സോ ഇതും എന്താണ്? ഇൻഡിറ്റർമിനേറ്റ് ആണ്. അപ്പൊ നമ്മൾ എൽ ഹോസ്പിറ്റൽ റൂൾ വഴി ഇതിനെന്ത് ചെയ്യും? നമ്മൾ ഡിഫറൻഷ്യൽ കാണും. സോ നമ്മൾ എന്ത് ചെയ്യും? ലിമിറ്റ് നമ്മൾ എൽ ഹോസ്പിറ്റൽ റൂൾ കാണുമ്പോൾ ലിമിറ്റ് മാറ്റേണ്ടതില്ല എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നമ്മൾ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കണ്ടാൽ മതി. സോ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി 3x - 2ന്റെ ഡിഫറൻഷ്യൽ എന്ന് പറയുമ്പോൾ 3 ഡിവൈഡഡ് ബൈ 3xന്റെ 3 -2ന്റെ 0. സോ 3 ഡിവൈഡഡ് ബൈ e⁻x² എന്ത് വരും? e⁻x² × 2x. സോ ഇനി വാല്യൂ എന്ന് പറയുന്നത് ചെയ്ത് കൊടുക്കുക. സോ 3 ഡിവൈഡ് ബൈ e⁻∞ -∞² എന്നാണ്. അപ്പൊ നോക്കിയാൽ e⁻ പറയുമ്പോൾ 1/10⁻⁻1 എന്ന് പറയുമ്പോൾ മുകളിൽ പോകുമ്പോൾ എന്താവുന്നത്? 10 ആണ്. അതേപോലെ e⁻∞ -∞ മുകളിൽ പോകുമ്പോൾ എന്താവും? e⁻+∞ എന്ന് വരും. അതായത് അതൊരു ലാർജ് വാല്യൂ ആണ്. സോ എന്ത് കിട്ടി നമുക്ക്? അതെന്ന് പറയുന്നത് 0/∞ ടേമില് എന്ത് കിട്ടും? അതിന്റെ വാല്യൂ 0 ആണെന്ന് കിട്ടും. അപ്പോ
ഡിവൈഡ് ബൈ ലാർജ് നെഗറ്റീവ് ആവുമ്പോൾ എന്താണ് 1/∞ ടേമിലാണ്, 3/∞ ടേമിലാണ്. സോ 1/∞ 0 ആണ് നമുക്കറിയാം. സോ ആൻസർ ഇൻഫിനിറ്റി ആണ് കിട്ടും. ഓക്കെ. ഇനി ഒരു മിസ്റ്റേക്ക് പറയാനുള്ളത്, നമ്മളൊരു ഇൻഡിറ്റർമിനേറ്റ് അല്ലാത്ത ഫംഗ്ഷനിൽ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്താൽ എന്ത് വരും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 എന്നുള്ളതാണ്. സോ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? എക്സിന് 0 കൊടുത്തിട്ടുണ്ടെങ്കിൽ സൈൻ 0 ഡിവൈഡഡ് ബൈ 0 പ്ലസ് 1. സോ സൈൻ 0 ഡിവൈഡ് ബൈ 1 ഈക്വൽ ടു സൈൻ 0 പറയുമ്പോൾ 0 ആൻസർ കിട്ടും. ഓക്കെ, ഇതൊരു 0/0 ഫോമിലല്ല, കറക്റ്റ് നമുക്ക് 0 ആൻസർ കിട്ടുന്നുണ്ട്. ഇനി ഇതിൽ നമ്മൾ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്താൽ നമുക്ക് ഈ കറക്റ്റ് ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ സൈൻ എക്സിന്റെ ഡിഫറൻഷ്യൽ എന്ന് പറയുമ്പോൾ കോസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് 1 1. സോ ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കിയേ. കോസ് എക്സ് 0, എക്സിന് 0 പുട്ട് ചെയ്താൽ കോസ് 0 എത്രയാണ്? 1 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ആൻസർ എന്ന് പറയുന്നത് റോങ് ആൻസർ ആണ് കിട്ടുന്നത്. അതായത് ഇൻഡിറ്റർമിനേറ്റ് ടൈപ്പ് ഫംഗ്ഷനിൽ മാത്രമേ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ? എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത ഫംഗ്ഷനിൽ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് റോങ് ആയിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവമാണ്, നമ്മൾ എൽ ഹോസ്പിറ്റൽ റൂള് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെപ്പറേറ്റ് ആയിട്ട് ഡെറിവേഷൻ അപ്ലൈ ചെയ്യണം. ആൻഡ് കോഷ്യൻ റൂളിന്റെ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ജി ഓഫ് എക്സിന്റെ ഡിഫറൻഷ്യൽ അല്ല ചെയ്യേണ്ടത്. ഓക്കെ, ഇത് തെറ്റാണ്. ശരിയായത് എഫ് ഡാഷ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ജി ഡാഷ് ഓഫ് എക്സ് ആണ്. സോ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നോക്കിക്കേ. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ തീറ്റ. അപ്പൊ ഇത് ഏത് ഫോമിലാണുള്ളത്? 0/0 ഫോമിലാണല്ലോ ഉള്ളത്. തീറ്റക്ക് 0 വാല്യൂ കൊടുത്താൽ സൈൻ 0 0 ആണ്. തീറ്റക്ക് 0 കൊടുത്താൽ ദെൻ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും വാല്യൂ 0 വന്നു, 0/0 വന്നു. ദെൻ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലിമിറ്റ് തീറ്റ, ഇത് തീറ്റയാണ്, തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റന്റെ ഡിഫറൻഷ്യൽ കോസ് തീറ്റ ഡിവൈഡ് ബൈ തീറ്റന്റെ ഡിഫറൻഷ്യൽ എന്താ വരുന്നത്? തീറ്റനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 കിട്ടും. സോ കോസ് തീറ്റയിൽ തീറ്റക്ക് 0 കൊടുത്താൽ കോസ് 0 ഈക്വൽ കോസ് 0 എന്തായിരുന്നു? 1 കിട്ടി. സോ ഫൈനൽ ആൻസർ ഈസ് 1. ഇനി നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് കാര്യം കൂടി പറയാം. ഈ ഒരു എക്സാമ്പിളും കൂടി നോക്കിക്കേ. ഇവിടെ തന്നിട്ടുള്ള എക്സാമ്പിൾ എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 3x² പ്ലസ് എക്സ് പ്ലസ് 4 ഡിവൈഡഡ് ബൈ 5x² പ്ലസ് 8x. ഇതിൽ എക്സിന് ഇൻഫിനിറ്റി അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും?
നമുക്ക് എന്തായാലും അറിയാം എക്സിന് ഇൻഫിനിറ്റി ആണ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് പറയുന്നത് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ടേമിലാണ്, ദെൻ ഇൻഡിറ്റർമിനേറ്റ് ആണ്. അപ്പൊ നമ്മൾ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യും. എൽ ഹോസ്പിറ്റൽ അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 3x² ഡിഫറൻഷ്യൽ പറഞ്ഞാൽ 3 × 2x, സോ 6x പ്ലസ് എക്സിന്റെ ഡിഫറൻഷ്യൽ 1, 4ന്റെ ഡിഫറൻഷ്യൽ 0 ആണ്, ഡിവൈഡഡ് ബൈ 5x² പറയുമ്പോൾ 5 × 2x, സോ 10x പ്ലസ് 8xന്റെ ഡിഫറൻഷ്യൽ 8. ഓക്കെ, അപ്പോൾ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഡിഫറൻഷ്യൽ കാണുമ്പോൾ നമുക്ക് ഇത് കിട്ടും. ദെൻ അഗൈൻ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ ദെൻ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമിൽ തന്നെയാണ് അഗൈൻ ഇത് അപ്ലൈ ഫംഗ്ഷൻ ഉണ്ടാവുന്നത്. സോ എൽ ഹോസ്പിറ്റൽ റൂളിൽ പറയുന്നത് എന്താ ചോദിച്ചാൽ ദെൻ റിപ്പീറ്റഡ്ലി നമ്മൾ ആ ഒരു ഫോം മാറുന്നത് വരേക്കും റിപ്പീറ്റഡ്ലി നമ്മൾ എന്ത് ചെയ്യണം? എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യണം. എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് കണ്ടുകൊണ്ടിരിക്കണം. സോ നമ്മൾ അഗൈൻ എന്ത് ചെയ്യണം? ഡെറിവേറ്റീവ് കാണണം. സോ ലിമിറ്റ് എന്ത് കിട്ടും? ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 6xന്റെ ഡിഫറൻഷ്യൽ കാണുമ്പോൾ 6, ദെൻ 10xന്റെ ഡിഫറൻഷ്യൽ കാണുമ്പോൾ 10. സോ ഫൈനൽ ആൻസർ 6/10 വരും. ദെൻ 3/5 ഈസ് ഫൈനൽ ആൻസർ. ഇത്രയും കാര്യങ്ങളാണ് എൽ ഹോസ്പിറ്റൽ റൂളിൽ പറയുന്നത്. ദെൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ് മാത്രമല്ല ഡെറിവേറ്റീവിന്റെ KWന്റെ ഡെറിവേറ്റീവിന്റെ ക്ലാസ് നമ്മൾ ഈ ക്ലാസ്സോട് കൂടി വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ മനസ്സിലാവാത്ത പോർഷനോ ഡൗട്ട് ഉള്ള പോർഷനോ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.